പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ എന്തുകൊണ്ട് ദി റോക്ക് തിരികെ വന്ന് റോമൻ റെയിൻസിനെ റസൽമേനിയയിലേക്ക് ചലഞ്ച് ചെയ്തു എന്നുള്ളതിൻ്റെ സംബന്ധിച്ചുള്ളൊരു അപ്ഡേറ്റാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കോഡി റോഡ്സ് വന്ന് അദ്ദേഹത്തിൻ്റെ റസൽമേനിയയിലെ എതിരാളി ആരായിരിക്കുമെന്നുള്ള ആ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്ന ഒരു സെഗ്മെൻ്റ് ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് WWE മുൻകൂട്ടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ റോമൻ റെയിൻസും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് വരും എന്നുള്ളതും WWE കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമുള്ള സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യം റോമൻ റെയിൻസ് റിങ്ങിലേക്ക് വരുന്നു. റോമൻ റെയിൻസ്, സോളോ സിക്കോവ, പോൾ ഹേമൻ, ജിമ്മി യൂസോ എന്നിവരൊക്കെ റിങ്ങിൽ വന്ന് പിന്നീട് റോമൻ റെയിൻസ് പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് ആരംഭിക്കുന്നു. ഇപ്രാവശ്യം റോമൻ റെയിൻസ് കോഡിയെ ആക്രമിക്കുന്നതിന് പകരം വാക്കുകൾ കൊണ്ട് സെത്തിനെയാണ് ആക്രമിച്ചത്. കഴിഞ്ഞ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസിൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണിനെ സംബന്ധിച്ചും റോമൻ റെയിൻസിനെ സംബന്ധിച്ചും വളരെ വിമർശനങ്ങൾ ഉന്നയിച്ച സെത്തിനെ റോമൻ റെയിൻസ് കളിയാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ നിന്ന് കോഡി റോഡ്സാണ് പിന്നീട് റിങ്ങിലേക്ക് വരുന്നത്. കോഡി റോഡ്സ് വന്നിട്ട് പറയുന്നുണ്ട് താൻ ആരെ ചലഞ്ച് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഞാൻ കുറേയധികം ആളുകളോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ആരെ ചലഞ്ച് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് തനിക്ക് നൽകിയത് എന്നുള്ളതും. എന്തായാലും റോമൻ റെയിൻസിനെതിരെ താൻ വരും, പക്ഷേ അത് ഈ റസൽമേനിയയിലല്ല. റോമൻ റെയിൻസിനെ അറിയുന്ന, ഏറ്റവും അടുത്തറിയുന്ന ഒരാൾക്ക് ഞാൻ റോമൻ റെയിൻസിനെ കൊടുക്കുന്നു, നിൻ്റേത് എല്ലാതും അയാൾ എടുക്കുമെന്ന് പറഞ്ഞ് റോക്കിൻ്റെ ഒരു മ്യൂസിക്കാണ് പിന്നീട് അവിടെ പ്ലേ ആകുന്നത്. റോക്ക് റിങ്ങിലേക്ക് വരുന്നു. പിന്നീട് കോഡി റോഡ്സും റോക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. പിന്നീട് കോഡി റോഡ്സ് ആ ഒരു റിങ് റോക്കിനെ വിട്ടുകൊടുത്തുകൊണ്ട് കോഡി പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഫേസ് ടു ഫേസ് വരുന്ന റോക്കിൻ്റെയും റോമൻ്റെയും ആ ഒരു മുഖം കാണിച്ചുകൊണ്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദി റോക്ക് റോമൻ റെയിൻസിനെ ഈ ഒരു വർഷത്തെ റസൽമേനിയയിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദി റോക്കിന് ഒട്ടനവധി ഹോളിവുഡ് കമ്മിറ്റ്മെൻറ്റുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഡ്രീം മെഗാ മത്സരം അത് ഈ വർഷത്തെ റസൽമേനിയയിൽ നടത്തുക എന്നുള്ള വലിയൊരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു സൂചന ഇപ്പോൾ അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം ഈ ഒരു വർഷത്തോടു കൂടി അവർക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് ഈ ഒരു മത്സരത്തിന് വേണ്ടി ആരാധകർ പ്രത്യേകിച്ച് ഇനിയൊരു റീമാച്ച് വേണമെന്നൊന്നും പറയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മത്സരം നടത്തി അവസാനിപ്പിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് കോഡി റോഡ്സിനെ സംബന്ധിച്ചാണ്. കോഡി റോഡ്സ് ഈ ഒരു വർഷം റോമൻ റെയിൻസിനെ ചലഞ്ച് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായിരിക്കും കോഡി റോഡ്സ് റസൽമേനിയയിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കൂടുതൽ അപ്ഡേറ്റ്സ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. എന്തായാലും കോഡി റോഡ്സ് റോക്കിന് വേണ്ടി ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു. റസൽമേനിയയിൽ റോമൻ റെയിൻസും ദി റോക്കും തമ്മിലുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കാണാൻ സാധിച്ചേക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.